ലോകരാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സെൻസേഷണൽ വാർത്തയാണിത്. സ്വന്തം നാട്ടിൽ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞു പോകാമെന്ന് കരുതിയ പാകിസ്ഥാൻ സൈന്യത്തിന് ദേ വരുന്നു അമേരിക്കയുടെ വക ഒരു കിടിലൻ ജോബ് ഓഫർ. സംഗതി സിമ്പിളാണ്. ഗാസയിലെ വെടിവയ്പ്പിനിടയിൽ പോയി നിൽക്കണം. ലോകം മുഴുവൻ കൈയൊഴിഞ്ഞ ഗാസയിലെ സുരക്ഷാ ചുമതല ഇപ്പോൾ പാക് സൈന്യത്തിന്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് വാഷിംഗ്ടണിന്റെ പ്ലാൻ. യുദ്ധം തകർത്ത ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് ഒരു പുതിയ പ്ലാൻ ഉണ്ട്. അവിടെ പാകിസ്ഥാൻ സൈന്യത്തെ ഇറക്കുക, അത്രയുള്ള കാര്യം. ആർമി ചീഫ് ജനറൽ അസീം മുനീറിനെ സംബന്ധിച്ച് ഇതൊരു അഗ്നി പരീക്ഷയാണ് എന്ന് വേണം പറയാൻ. അമേരിക്കയെ സഹായിക്കണോ അതോ സ്വയം കസേര സംരക്ഷിക്കണോ? എന്തുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാനെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത്? മുനീറിന് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ ഡിപ്ലോമാറ്റിക് ഡ്രാമ എന്താണെന്ന് വിശദമായി പരിശോധിക്കാം. ഗാസയിൽ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു കഴിഞ്ഞു. ഇനി അവിടെ സമാധാനമുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് ഒരു സേഫ് ഗാംബ്ലിംഗ് വേണം. അറബ് രാജ്യങ്ങളോട് സൈന്യത്തെ അയക്കാൻ ചോദിച്ചപ്പോൾ അവർ കൈയൊഴിഞ്ഞതോടെയാണ് പണ്ട് തൊട്ടേ അമേരിക്ക പറയുന്നത് എന്തും അനുസരിച്ച് ശീലമുള്ള പാകിസ്ഥാനെ പറ്റി വൈറ്റ് ഹൗസിന് ഓർമ്മ വന്നത്. ഒരു വശത്ത് ഇസ്രായേലും മറുവശത്ത് ഹമാസും നിൽക്കുമ്പോൾ അതിനിടയിൽ പാകിസ്ഥാൻ സൈന്യത്തെ ബലിമൃഗമായി നിർത്താനാണ് അമേരിക്കൻ നീക്കം. ഇതിനവർ നൽകുന്ന വാഗ്ദാനം മറ്റൊന്നുമല്ല, കുറച്ച് ഡോളറുകൾ. പണമില്ലാതെ വലയുന്ന പാകിസ്ഥാന് ഇതിലും നല്ലൊരു ഓഫർ ആര് നൽകാനാണ്? ഗാസയിൽ ഇസ്രായേൽ സൈന്യം പിന്മാറുന്ന സാഹചര്യത്തിൽ അവിടെ ക്രമസമാധാനം ഉറപ്പാക്കാൻ ഒരു മൾട്ടിനാഷണൽ പീസ് കീപ്പിംഗ് ഫോഴ്സിനെ നിയോഗിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ പാകിസ്ഥാന്റെ സൈന്യം അവിടെ ഉണ്ടാകുന്നത് ഗാസയിലെ ജനങ്ങൾക്കും ഹമാസിനും കൂടുതൽ സ്വീകാര്യമാകുമെന്നാണ് വാഷിംഗ്ടൺ കണക്കുകൂട്ടുന്നത്. പാക് ആർമി ചീഫ് ജനറൽ അസീം മുനീറിനെ സംബന്ധിച്ച് ഇതൊരു മേജർ ചലഞ്ച് തന്നെയാണ്. സാധാരണ നിലയിൽ പാകിസ്ഥാൻ പണത്തിന് വേണ്ടി എന്തിനും തയ്യാറാണ്. പക്ഷേ ഇത് ഗാസയാണ്. ഇതൊരു ചലഞ്ച് ആകുന്നതിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി. പാകിസ്ഥാൻ നിലവിൽ അതിഭീകരമായ സാമ്പത്തിക തകർച്ചയിലാണ്. അമേരിക്കയുടെയും IMFന്റെയും സഹായം അവർക്ക് അത്യാവശ്യവുമാണ്. ഗാസയിലേക്ക് സൈന്യത്തെ അയച്ചാൽ അമേരിക്കയിൽ നിന്ന് വലിയ സാമ്പത്തിക പാക്കേജുകൾ പാകിസ്ഥാന് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ ഡീല് ജനങ്ങൾ എങ്ങനെ കാണുമെന്നതാണ് പ്രശ്നം. ചുരുക്കം പറഞ്ഞാൽ പേടി. അതായത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പാക് സൈന്യം ഗാസയിൽ കാവൽ നിൽക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നാൽ മുനീറിനെ പാകിസ്ഥാനിലെ ജനങ്ങൾ വെറുതെ വിടുമോ? ഇമ്രാൻഖാന്റെ ആരാധകർ ഇപ്പോൾ തന്നെ മുനീറിനെ കാണുന്നത് ഒരു വില്ലനായിട്ടാണ്. ഗാസയിലേക്ക് സൈന്യത്തെ കൂടി അയച്ചാൽ അത് അദ്ദേഹത്തിന്റെ ശവക്കുഴി തോണ്ടുന്നതിന് സമാനമായിരിക്കും. അടുത്തത് ഇസ്ലാമിക വികാരമാണ്. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരാണ്. ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് പാക് സൈന്യം ഗാസയിൽ പോകുന്നതെന്ന് തോന്നൽ ഉണ്ടായാൽ അത് പാകിസ്ഥാനിൽ വലിയ ആഭ്യന്തര കലാപത്തിന് വഴിവെക്കുമെന്ന് ഉറപ്പ്. ഇമ്രാൻഖാന്റെ അനുയായികൾ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. മൂന്നാമതായി ഇസ്രായേൽ ബന്ധമാണ്. അമേരിക്ക പണം തരും, പക്ഷേ അതിന് പകരമായി പാകിസ്ഥാന്റെ അഭിമാനം പണയപ്പെടുത്തേണ്ടി വരും. ഇസ്രായേലിനെ ഒരു രാജ്യമായി പോലും അംഗീകരിക്കാത്ത പാകിസ്ഥാൻ ഇസ്രായേൽ സൈന്യവുമായി ചേർന്ന് ഗാസയിൽ ജോലി ചെയ്യുന്നത് ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യമായിരിക്കും. മറ്റൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് സെക്യൂരിറ്റി റിസ്ക് ആണ്. ഹമാസിനെ പോലെയുള്ള ഗ്രൂപ്പുകൾ പാക് സൈന്യത്തെ അവിടെ അംഗീകരിക്കുമോ എന്നുള്ള സംശയം. അതായത് ഗാസയിൽ പാക് സൈന്യം ചെന്നിറങ്ങിയാൽ അവർക്ക് പൂച്ചെണ്ടുകൾ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ഹമാസിനെ സംബന്ധിച്ച് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം വരുന്ന ആരും അവർക്ക് ശത്രുക്കളാണ്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിവയ്പ്പിനിടയിൽ പാക് സൈനികർ കൊല്ലപ്പെട്ടാൽ അത് മുനീറിന്റെ കസേര തെറിപ്പിക്കാൻ പോലും കാരണമാകും. മാത്രമല്ല, പാകിസ്ഥാനിൽ TTP പോലുള്ള ഭീകര സംഘടനകൾ സജീവമായ സാഹചര്യത്തിൽ സ്വന്തം രാജ്യം സംരക്ഷിക്കുന്നതിന് പകരം ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് ഒരു വിഭാഗം വിദഗ്ധർ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇവിടെ പാകിസ്ഥാന്റെ കണ്ണു മുഴുവൻ അമേരിക്ക വാഗ്ദാനം ചെയ്യുന്ന സാമ്പത്തിക പാക്കേജിലാണ്. IMFൽ നിന്ന് കൂടുതൽ കടം വേണമെങ്കിൽ അമേരിക്കയെ അനുനയിപ്പിക്കണം. പക്ഷേ ഗാസയിലെ ചോരപ്പുഴയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് പാകിസ്ഥാന്റെ വിശപ്പ് മാറുമോ എന്നുള്ളതാണ് ചോദ്യം. ജനറൽ മുനീർ ഇപ്പോൾ നിൽക്കുന്നത് ചെകുത്താനും കടലിനും നടുവിലാണ്. അമേരിക്കയെ പിണക്കിയാൽ പട്ടിണി, ഗാസയിൽ പോയാൽ ആഭ്യന്തര കലാപം. ഇനി സൗദി അറേബ്യയും UAEയും നിലവിൽ പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ശ്രദ്ധാപൂർവം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുനീർ സൈന്യത്തെ അയച്ചാൽ അത് മിഡിൽ ഈസ്റ്റിലെ പാകിസ്ഥാന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചേക്കാം. പക്ഷേ അത് ഇസ്രായേലുമായുള്ള രഹസ്യധാരണയായി വ്യാഖ്യാനിക്കപ്പെട്ടാൽ ഇസ്ലാമിക ലോകത്ത് പാകിസ്ഥാൻ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ജനറൽ അസീം മുനീർ ഇപ്പോൾ നിൽക്കുന്നത് ചെകുത്താനും കടലിനും നടുവിലാണ്. അമേരിക്കയെ പിണക്കിയാൽ സാമ്പത്തിക സഹായം നൽകും, ഗാസയിലേക്ക് പോയാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ശത്രുവാകും. ഏതായാലും ഈ നീക്കം പാകിസ്ഥാന്റെ ഭാവി നിർണ്ണയിക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കയുടെ പണം വാങ്ങി അറബിക്കടലിനപ്പുറത്തേക്ക് സൈന്യത്തെ അയക്കാൻ മുനീർ ധൈര്യം കാണിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. പാകിസ്ഥാന്റെ ഈ പുതിയ ബിസിനസ് വെഞ്ചർ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഈ നയതന്ത്ര ചതുരംഗത്തിൽ പാകിസ്ഥാൻ എന്ത് തീരുമാനമെടുക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.